أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ഫലഖിലെ ആദ്യത്തെ വചനമാണ്. പറയുക, പ്രഭാതത്തിൻ്റെ നാഥനെ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അവസാനത്തെ ഈ രണ്ട് സൂറത്തുകളെ, അതായത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും മുഅവ്വദതൈൻ എന്ന് അറിയപ്പെടുന്നു. അതായത് അതിനൊരു കാരണം, ഈ സൂറത്തുകൾ ഓതുമ്പോൾ നമ്മൾ അഭയം പ്രാപിക്കാനുള്ള ദുആ ചൊല്ലുകയാണ്. മറ്റൊരു കാരണം, ഈ രണ്ട് സൂറത്തുകളും ആരംഭിക്കുന്നത് ഖുൽ അഊദു എന്നതിലാണ്. അഥവാ ഇത് വായിക്കുന്ന ഓരോരുത്തരോടും അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ എല്ലാ തെറ്റുകളിൽ നിന്നും ഫലഖിൻ്റെ റബ്ബിലും നാസിൻ്റെ റബ്ബിലും അഭയം പ്രാപിക്കുന്നു എന്ന കാര്യം ലോകം മുഴുവൻ വിളംബരപ്പെടുത്തുക. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ് എന്ന് സൂറത്തുൻ നഹലിലെ 99-ാമത്തെ വചനത്തിൽ പറഞ്ഞുകൊണ്ട് ഖുർആൻ വായിക്കുവാൻ തീരുമാനിക്കുന്ന തുടക്കത്തിലെ അള്ളാഹുവിനോട് അഭയം പ്രാപിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ അവസാനത്തെ സൂറത്തുകളിൽ അള്ളാഹു സ്വയം നമ്മെക്കൊണ്ട് അഭയം പ്രാപിക്കാനുള്ള ദുആ പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആൻ വായിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ്റെ മനസ്സ് തുറക്കപ്പെടുന്നു. അവൻ്റെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കാൻ ആരംഭിക്കുന്നു. ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുമോ എന്ന് സ്വയം ഭയപ്പെടാൻ തുടങ്ങുന്നു. ആരാണോ ഔദു ഖുർആൻ്റെ ആദ്യത്തിൽ ഓതുന്നത്, അവർ നന്മയുടെ തറക്കല്ലിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവസാനവും അഭയം പ്രാപിക്കുന്നവർ ആ തറക്കല്ലിട്ട ഭവനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഏതുവരെ ഈ രണ്ടു കാര്യങ്ങൾ സംഭവിക്കുന്നില്ലയോ അതുവരെ യഥാർത്ഥത്തിലുള്ള ഭവനത്തിൻ്റെ പൂർത്തീകരണം സംഭവ്യമാവുകയില്ല. ഈ അള്ളാഹുവിനോട് അഭയം പ്രാപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നതിനായി ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് ഇവിടെ വിവരിക്കുന്നു. പ്രവാചക പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഹദീസിൽ വന്നിരിക്കുന്നു, ലൗലാക ലമ ഖലഖത്തുൽ അഫ്ലാഖ്. അതായത് അള്ളാഹു പറയുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ആകാശമോ ഭൂമിയോ ഈ ലോകത്തെയോ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇത്രയും മഹാനായ പ്രവാചകൻ അള്ളാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ട് നിരന്തരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയും അതുമൂലം കാലുകൾ നീര് വന്ന് വീർത്തു പോവുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബിയോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ പ്രവാചകരെ, അള്ളാഹു താങ്കളുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാം പുറത്തു തന്നിരിക്കുന്നു, എന്നിട്ടും ഇങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കേണ്ട ആവശ്യമെന്താണ്? അതിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തരം, അല്ലയോ ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ളവൻ ആയിരിക്കണ്ടയോ എന്നാണ്. മറ്റൊരു സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, ഞങ്ങളെപ്പോലുള്ളവർക്ക് മോക്ഷം പ്രാപിക്കുന്നതിനായി തീർച്ചയായും കർമ്മങ്ങളുടെ ആവശ്യമുണ്ട്. എന്നാൽ അള്ളാഹു മോക്ഷം നിശ്ചയമാക്കിയ താങ്കൾ എന്തിനാണ് കർമ്മങ്ങളിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത് ശരിയല്ല, എൻ്റെ മോക്ഷവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവാചക പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുമ്പോൾ താൻ വലിയവനാണെന്നും ഇനി ഞാൻ അള്ളാഹുവിനോട് തേടേണ്ടതില്ലെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇനി ആവശ്യമില്ലെന്നും പറയാൻ മാത്രം വളർന്നവൻ ആരാണ് ഉള്ളത്? ഇതിൽ സൂറത്തിൽ ഒരു പ്രവചനവും അടങ്ങിയിരിക്കുന്നു. അതായത് മുസ്ലിങ്ങൾ അവസാന നാളുകളിൽ തങ്ങളുടെ വിജയത്തിൽ ഒരുപാട് അഹങ്കരിക്കുന്നവരായിത്തീരും. അതുമൂലം അവർക്ക് പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ വന്നു തുടങ്ങും. അഹങ്കാരത്തിൽ നിന്നും ആശങ്കയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ സൂറ ഫലഖും സൂറ നാസും ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. സൂറത്തുൽ ഫലഖിൻ്റെ ഈ ദർസ് തുടരുന്നതായിരിക്കും. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.